പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കി ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന അപ്രതീക്ഷിത ആക്രമണം നടത്തി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ മാധ്യമങ്ങളും ആക്രമണം സ്ഥിരീകരിച്ചു. സ്ഫോടനത്തെക്കുറിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉടനടി ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്ന് AP റിപ്പോർട്ട് ചെയ്തു. ഇതേസമയം തന്നെ ഇസ്രയേലിൽ പലയിടത്തും സൈറൺ മുഴങ്ങിയെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി ചെയ്തതാണ് ഇതെന്നും ഇസ്രയേൽ സൈന്യത്തിന്റെ അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ഖമേനിയെ ടെഹ്റാനിൽ നിന്ന് മാറ്റുകയും ചെയ്തു. രഹസ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. ഇസ്രയേൽ രാജ്യത്തിന് നേരെ മിസൈലുകൾ തൊടുത്തുവിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് പൊതുജനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ മുന്നറിയിപ്പാണ് ഇതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഒരു പ്രസ്താവനയിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. രാജ്യത്തുടനീളമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴക്കിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചുപൂട്ടി. അതേസമയം ഇസ്രയേലിലുടനീളം ഒരേ സമയം സൈറണുകൾ മുഴങ്ങി. ടെഹ്റാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ഇറാനും അമേരിക്കയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് സ്ഫോടനം. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനും സ്ഫോടനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ടെഹ്റാനിൽ 3 തവണ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. മധ്യ ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജൌഹറി ഡിസ്ട്രിക്റ്റിനും സമീപത്തായാണ് മിസൈലുകൾ പതിച്ചത് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മുൻകരുതൽ ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചത്. തിരിച്ചടി ഉടനുണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈറണുകൾ മുഴക്കി ജാഗ്രതാ നിർദ്ദേശം നൽകി. പാസ്റ്റ്യൂർ സ്ട്രീറ്റിന് സമീപത്ത് നിന്ന് കനത്ത പുക ഉയരുന്നതായും വിവരമുണ്ട്. ഇസ്രയേലിനെതിരായ ഭീഷണികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇറാന് നേർക്ക് ആക്രമണം ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് അറിയിച്ചു. നിലവിൽ മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ ഹോം ഫ്രണ്ട് കമാൻഡ് കർശന നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തി. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ, അനിവാര്യമല്ലാത്ത തൊഴിലിടങ്ങൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ യാത്രകൾ ഒഴിവാക്കണമെന്നും ബങ്കറുകൾക്ക് സമീപം തന്നെ തുടരണമെന്നും സൈന്യം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇസ്രയേലിലെ എല്ലാ പൗരന്മാരും സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് സമീപം തന്നെ തുടരണമെന്ന് IDF മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പൊതുജനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയാണ് ഇതെന്ന് സൈന്യം വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക 3ാം ഘട്ട ആണവ ചർച്ചയും കരാറിലെത്താതെ പിരിഞ്ഞതിനെ തുടർന്ന് ചർച്ചയിൽ സംതൃപ്തനല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും വേണ്ടി വന്നേക്കാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ജനീവ സമാധാന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് പ്രതികരണം. പശ്ചിമേഷ്യയിൽ അമേരിക്ക ദീർഘകാല യുദ്ധത്തിനില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച മുതൽ വിയറ്റ്നാമിൽ വീണ്ടും ചർച്ച നടക്കാനിരിക്കെയാണ് ആക്രമണം. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ ഇസ്രയേലിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇറാൻ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇതുവരെയുള്ള നയതന്ത്ര ചർച്ചകളിൽ തൃപ്തിയില്ല, ഒരു വലിയ ബുദ്ധിമുട്ടുള്ള തീരുമാനം വരാനിരിക്കുന്നുവെന്നും ഇറാൻ ആണവശേഷി നിർത്തലാക്കണമെന്നും നയതന്ത്ര പരിഹാരത്തിനാണ് മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇറാനെതിരെയുള്ള സൈനിക നടപടി പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും JD വാൻസ് പറഞ്ഞിരുന്നു. ജൂണിലെ സംഘർഷങ്ങൾക്കിടെയുണ്ടായ പോരായ്മകൾ തിരിച്ചറിയാനും ഭാവിയിലെ സംഘർഷ സാധ്യതകൾ നേരിടാനുള്ള ശുപാർശകളുമാണ് ഇസ്രയേൽ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കൈമാറിയത്. രോഗികളുടെ സ്വകാര്യത സംരക്ഷിക്കാനും ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ പിന്തുണ നൽകാനും തിരക്കേറിയ വാർഡുകളിൽ അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.